ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ട്സിനെ കുറിച്ചാണ്. ഇക്വിറ്റി ഫണ്ട്സ് എന്താണ്, ഇക്വിറ്റി ഫണ്ട്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഏതെല്ലാം തരത്തിലുള്ള ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തിട്ട് ഈ നോളജ് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തിലെ ഇക്വിറ്റി ഫണ്ട്സിനെ കുറിച്ച് പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടല്ലെങ്കിലും ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ഇക്വിറ്റി ഫണ്ട്സിനെ കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ട്സിൽ ഇക്വിറ്റി ഫണ്ട്സ് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളെക്കാളുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കൊരു 5 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, പ്രത്യേകതകൾ പറയുന്നുണ്ട്. 1 റിട്ടേൺസ് ആണ്, 2 ടാക്സ് ബെനിഫിറ്റ്സ്, 3 റിസ്ക്, 4 എക്സ്പെൻസ് റേഷ്യോ, 5 ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 പ്രത്യേകതകളാണ് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് മറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണല്ലോ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ, പെർസെൻറ്റേജ് ടേംസിലും അല്ലെങ്കിൽ വോളിയം ടേംസിലൊക്കെ. അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് മ്യൂച്വൽ ഫണ്ടിലുള്ള മറ്റ് കാറ്റഗറികളേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ഹൈ റിട്ടേൺ ഫണ്ട്സ് ആയിരിക്കും തീർച്ചയായിട്ടും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഫണ്ട്സുകൾ തീർച്ചയായിട്ടും ഇക്വിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ റിട്ടേൺ റേറ്റ്സ് ഓഫ് റിട്ടേൺ വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. റിട്ടേൺസ് കൂടുതലാകാനുള്ള സാധ്യത ഇക്വിറ്റി ഫണ്ട്സിന് മറ്റു ഫണ്ടുകളേക്കാൾ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. രണ്ടാമത്തേത് ടാക്സ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചില ടാക്സ് ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഉള്ള വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. തൽക്കാലം ഇത് ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇതിനെ വ്യത്യസ്തമാക്കുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് റിട്ടേൺ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റിട്ടേൺ കൂടുതൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന റിസ്ക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ റിസ്ക് ഫാക്ടർ ഇക്വിറ്റി ഫണ്ട്സിൽ വളരെ കൂടുതലാണ്. കാരണം ഇക്വിറ്റിയിലാണ് ഇതിൻ്റെ മേജോറിറ്റി. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇക്വിറ്റി ഫണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഇക്വിറ്റി ഫണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ടിൻ്റെ മെജോറിറ്റി പോർഷനും അല്ലെങ്കിൽ മൊത്തം തന്നെ ഇക്വിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഇതിൻ്റെ റിട്ടേണിനെ തീർച്ചയായിട്ടും ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് വളരെ കൂടുതലാണ്. പിന്നുള്ളത് എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ ഞാൻ മറ്റൊരു വീഡിയോയിൽ, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാലും മറ്റു മ്യൂച്വൽ ഫണ്ടുകളെക്കാളും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ റിസ്ക് ഫാക്ടർ കൂടുതലുള്ളതുകൊണ്ടും ഇതിൽ നിന്ന് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും വെൽത്ത് മാനേജേഴ്സിന് അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിന് അല്ലെങ്കിൽ ഫണ്ട് ഹൗസസിന് ഇതിനകത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോക്കസും കോൺസെൻട്രേഷനും മാനേജ്മെൻറ്റും ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോയും കൂടുതലാകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നുള്ളത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ 5-മത്തെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്ററിൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നൊക്കെയുള്ള ഒരു ഇൻവെസ്റ്ററിൻ്റെ റൈറ്റാണ്, അത് ചൂസ് ചെയ്യാന്നുള്ളൊരു ചോയ്സാണ്. അപ്പം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഫണ്ട്സ് വളരെ സ്യൂട്ടബിളാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന 5 വർഷം മുതൽ മുന്നോട്ട് ഫണ്ട് പാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വളരെ സ്യൂട്ടബിളാണ്.
കാരണം ലോങ് ടേമിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് പൊതുവേ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 ഫീച്ചേഴ്സാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനുള്ളത്. ഒന്നാമത്തെ റിട്ടേൺസ്. ഇതിൻ്റെ റിട്ടേൺസ് വളരെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടാക്സ് ബെനഫിറ്റ്സ് ഉണ്ട്. റിസ്ക് ഉണ്ട്. കാരണം റിട്ടേൺ കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും റിസ്ക്കും ഉണ്ടാകും. എക്സ്പെൻസ് റേഷ്യോ മറ്റു ഫണ്ടുകളെക്കാൾ കൂടുതൽ ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഏതെല്ലാം തരത്തിലുണ്ടെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഈ ടേബിളിനകത്തിൽ നിങ്ങൾക്ക് 4 ക്ലാസിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ബേസ്ഡ് ആണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ്ഡ്, ടാക്സ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ബേസ്ഡ്. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഏതെല്ലാം തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തേത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ബേസിലാണ്. അതിനകത്തിൽ നമുക്ക് തിമാറ്റിക് ഓർ സെക്ടറൽ ഫണ്ട്സ് കാണാം. പിന്നെ രണ്ടാമത് ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് കാണാം. പിന്നെ കോൺട്രാ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെയാണ് തിമാറ്റിക് അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ. തിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീംസ് ഉണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റോക്സ് തീം അല്ലെങ്കിൽ ഇമർജിംഗ് മാർക്കറ്റ് തീം എന്നൊക്കെ പറയും. ഇൻ്റർനാഷണൽ സ്റ്റോക്ക് തീം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ഇൻ്റർനാഷണൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇമർജിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലുള്ള ഫണ്ടുകൾ. അപ്പം ഇന്ത്യ മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മറ്റു പല രാജ്യങ്ങളുണ്ട്, വിയറ്റ്നാം അല്ലെങ്കിൽ അതുപോലുള്ള ഇമർജിംഗ് മാർക്കറ്റ്സ് ഉണ്ട്, ഫിലിപ്പീൻസ് അല്ലെങ്കിൽ മലേഷ്യ, ഇതുപോലുള്ള ഇമർജിംഗ് മാർക്കറ്റ്സിൽ ഉള്ള ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റോക്ക് തീമിൽ ഇൻ്റർനാഷണൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമിനെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് തീമിനെയാണ് അല്ലെങ്കിൽ സ്കീമിനെയാണ് തിമാറ്റിക് എന്ന് പറയുന്നത്. പിന്നെ സെക്ടറൽ ഫണ്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റിൽ തന്നെ പിന്നെ പല സെക്ടറിലായിട്ട്, ഉദാഹരണത്തിന് IT സെക്ടറുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറുണ്ട്, കൺസ്യൂമർ FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് സെക്ടറുണ്ട്, ഓട്ടോമൊബൈൽ സെക്ടറുണ്ട്, BFSI ഉണ്ട്, ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സെക്ടർ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി സെക്ടറുകൾ നമ്മുടെ സമ്പദ് മേഖലയിലുള്ള, സാമ്പത്തിക വ്യവസ്ഥയിലുള്ള, ഇക്കോണമിയിലുള്ള വിവിധ മേഖലകളിൽ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സെക്ടറൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സെക്ടറിലുള്ള ഫണ്ടുകളിൽ, സെക്ടറിലുള്ള ഇക്വിറ്റീസിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിലോ മാത്രമായിരിക്കും അത്തരം മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ പറഞ്ഞ സെക്ടറൽ തീം ബേസ്ഡ് ഫണ്ട്സ് അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ റിസ്ക് ഉള്ള ഫണ്ടുകളോടാണ്. കാരണം ഒരു പ്രത്യേക സെക്ടറിൽ മാത്രമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ഇപ്പോൾ ഉദാഹരണം IT സെക്ടർ വളരെ വീക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം ഫണ്ടുകൾക്കും അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെക്ടറൽ ഫണ്ട്സ് അല്ലെങ്കിൽ തിമാറ്റിക് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് വളരെ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തേതാണ് ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട് ഹൗസ് ഈ സ്കീം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ സ്പെസിഫൈ ചെയ്യുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് 30 സ്റ്റോക്കുകളിൽ, മാക്സിമം 30 സ്റ്റോക്കുകളിൽ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 30 സ്റ്റോക്കിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതല്ല, ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ വെൽത്ത് മാനേജേഴ്സ് ഈ ഫണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ സ്പെസിഫൈ ചെയ്യുന്ന 30 കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്ത് 30 കമ്പനികളെ അവർ സെലക്ട് ചെയ്ത് മാക്സിമം 30 കമ്പനികൾ വരാനുള്ള സാധ്യതയുള്ളതായിരിക്കും. പിന്നുള്ളതാണ് കോൺട്രാ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ. കോൺട്രാ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമുക്കറിയാം മാർക്കറ്റ് ഇത് തീർച്ചയായിട്ടും സാധാരണ ഫോളോ ചെയ്യുന്ന രീതിക്ക് വിപരീതമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്കീംസ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ പർച്ചേസ് ചെയ്യും വളരെ കുറഞ്ഞ പ്രൈസിൽ. എന്നിട്ട് ആ പ്രൈസ് കുറഞ്ഞ സ്റ്റോക്കുകളെ അവർ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശം എന്തിനെ അടിസ്ഥാനമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ തീർച്ചയായിട്ടും ലോങ് ടേമിൽ, ദീർഘകാലത്തിൽ ഈ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഈ ഫണ്ട് തീർച്ചയായിട്ടും നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അസംഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഈ പറഞ്ഞ അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്സ് വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള
ഇൻവെസ്റ്റ്മെൻറ്റ് തീം അല്ലെങ്കിൽ സ്കീമിനെയാണ് കോൺട്രാ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ ബേസ് ചെയ്ത് 3 എണ്ണമാണ്: തിമാറ്റിക് ഓർ സെക്ടറൽ ഫണ്ട്സ്, ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്, കോൺട്രാ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയും. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തുള്ളതാണ്. അതായത് വിപണി മൂല്യത്തെ, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം കമ്പനികളുടെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് ലാർജ് ക്യാപ്പ് ഫണ്ടുണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്സ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ഉണ്ട്. ഈ ക്യാപ്പ് എന്നോട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലൈസേഷൻ എന്നാണ്. ലാർജ് ക്യാപിറ്റലൈസേഷൻ, ലാർജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്യാപിറ്റലൈസേഷൻ, മിഡിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. സ്മോൾ ക്യാപ്പ് എന്നാൽ സ്മോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. പിന്നെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആദ്യത്തേത് ലാർജ് ക്യാപ്പ് ഫണ്ട്സ് ആണ്. ഈ ലാർജ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ NSE ആണെങ്കിൽ NSE, BSE ആണെങ്കിൽ BSE, ഈ 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പരിധിയിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ 100 കമ്പനികൾ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തുള്ള വിപണി മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വരുന്ന ആദ്യത്തെ 100 കമ്പനികളുടെ ഇക്വിറ്റി ഷെയറിലേക്ക് 80% അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ലാർജ് ക്യാപ്പ് ഫണ്ട്സ് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ 100 കമ്പനികളാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 100 കമ്പനികളാണ്. അപ്പോൾ ഈ സ്കീംസ് പൊതുവേ സ്റ്റേബിളാണെന്നുള്ളൊരു അസംഷനുണ്ട് മിഡ് ക്യാപ്പിനേക്കാളിലും സ്മോൾ ക്യാപ്പിനേക്കാളിലും ഒക്കെ അപേക്ഷിച്ച്. കാരണം വിപണി മൂല്യം കൂടുതലുള്ള കമ്പനികളാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെ ആയിരിക്കും അവരെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഫണ്ടുകൾ 80% അവരുടെ ഫണ്ടുകൾ ഈ പറഞ്ഞ അസറ്റുകളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ 100 കമ്പനികളുടെ അസറ്റുകളിലായിരിക്കും. അപ്പോൾ അതിനാണ് ലാർജ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ 100 എണ്ണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ആദ്യത്തെ 100 എണ്ണം അതാണ് ലാർജ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ലാർജ് ക്യാപിറ്റലൈസേഷൻ, ലാർജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫണ്ട്സ് എന്നാണ്. പിന്നെ വരുന്ന മിഡ് ക്യാപ്പ് ഫണ്ട്സ് ആണ്. മിഡ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 മുതൽ 250 കമ്പനി വരെയുള്ളതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ 101 മുതൽ 250 വരെ ലിസ്റ്റിൽ വരുന്ന കമ്പനികളിൽ ഈ ഫണ്ട് ഹൗസസ് ഏകദേശം 65% അവരുടെ ടോട്ടൽ അസറ്റ്സ് ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ മിഡ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറയും. അപ്പോൾ ഇത് അല്പം കൂടെ ഈ സ്കീം ബെറ്ററായിട്ടുള്ള റിട്ടേൺസും, അതായത് ലാർജ് ക്യാപ്പ് സ്കീംസിനേക്കാളിലും ബെറ്ററായിട്ടുള്ള റിട്ടേൺസ് തരുന്നുണ്ട്. പക്ഷേ ലാർജ് ക്യാപ്പ് ഫണ്ട്സിനേക്കാൾ അല്പം കൂടെ വോളറ്റൈലാണ്. കാരണം കമ്പനി ക്യാപിറ്റലൈസേഷൻ എടുത്ത് നോക്കുമ്പം ലാർജ് ക്യാപ്പിനേക്കാൾ താഴെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ടും അവരെ കൂടുതൽ വോളറ്റൈൽ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പിന്നെ വരുന്നതാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 കമ്പനികൾ. രണ്ടാമത്തെ മിഡ് ക്യാപ്പ് ഫണ്ട്സിൽ 101 മുതൽ 250 വരെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ. പിന്നെയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ 251 മുതൽ താഴോട്ടുള്ള കമ്പനികളാണ് ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് ഫണ്ട്സ്. അപ്പോൾ അത് ഫണ്ട് ഹൗസ് 65% അവരുടെ ടോട്ടൽ അസറ്റ്സിൽ അല്ല ടോട്ടൽ ഫണ്ട് ഇക്വിറ്റി ഈ പറഞ്ഞ കമ്പനികളുടെ ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഈ ലിസ്റ്റിനകത്തിൽ തീർച്ചയായിട്ടും ഈ കമ്പനികൾ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ 95% ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ട്സിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഗ്രേറ്റർ റിട്ടേൺസ് ഈ സ്കീംസ് തരാൻ സാധ്യതയുണ്ട് ലാർജ് ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിനേക്കാളും. പക്ഷേ ഈ പറഞ്ഞ സ്റ്റോക്സിൻ്റെ അല്ല സ്മോൾ ക്യാപ്പ് ഫണ്ട്സിൻ്റെ വൊളാറ്റിലിറ്റി മാർക്കറ്റിലെ ഇവരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചാഞ്ചാട്ടം വളരെ കൂടുതലായിരിക്കും ലാർജ് ക്യാപ്പ് ഫണ്ട്സിനേക്കാളിലും. ലാർജ് ക്യാപ്പ് ഫണ്ട്സ് വളരെ സ്റ്റേബിളാണ്. മിഡ് ക്യാപ്പ് ഫണ്ട്സ് അല്പം വൊളാറ്റലാണ്. സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈലി വൊളാറ്റലാണ്. വളരെ കൂടുതൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഫണ്ടുകളാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ്. പക്ഷേ വളരെ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫണ്ടുകളാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ്. പിന്നെ ഉള്ളതാണ് മൾട്ടി ക്യാപ്പ് ഫണ്ട്സ് എന്നില്ല. അത് നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ മേളിൽ പറഞ്ഞ കാറ്റഗറീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 65% അവരുടെ ടോട്ടൽ അസറ്റ്സ് ഈ പറഞ്ഞ ലാർജ് ക്യാപ്പ് ഫണ്ട്സിൽ, മിഡ് ക്യാപ്പ് ഫണ്ട്സിലോ സ്മോൾ ക്യാപ്പ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനിലോ വ്യത്യസ്തമായിട്ടുള്ള പ്രൊപ്പോർഷൻസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അത്തരം ഫണ്ടുകളെയാണ് മൾട്ടി ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൾട്ടി ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫണ്ട് മാനേജേഴ്സ് എപ്പോഴും
അവർ റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും ഇക്കോണമിക് കണ്ടീഷൻസൊക്കെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവരിതിനെ റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രത്യേക ഫണ്ട് പോർട്ട്ഫോളിയോ ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്മോൾ ക്യാപ്പിൽ വരുന്ന അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ അവർക്ക് അതിനെ റീഷേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്തിട്ട് മിഡ് ക്യാപ്പിലേക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള റീബാലൻസിങ് എപ്പോഴും അവർ ഫണ്ട് മാനേജേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഇക്കണോമിക് കണ്ടീഷൻസിൻ്റെയും അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇത് എപ്പോഴും ഫണ്ട് മാനേജേഴ്സ് ഈ മൾട്ടി ക്യാപ് ഫണ്ട്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റീബാലൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്സാണ്. അത് തീർച്ചയായിട്ടും 35% ഒരു ഫണ്ടിൻ്റെ ടോട്ടൽ അസറ്റ്സ് മിഡ് ക്യാപ്പിലും 35% ലാർജ് ക്യാപ്പിലും ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ, സ്മോൾ ക്യാപ്പിനകത്തിലില്ല. മൾട്ടി ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് മാനേജർ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനകത്തിൽ. ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ 35% ലാർജ് ക്യാപ്പിലും 35% മിഡ് ക്യാപ്പിലും ആയിരിക്കും. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീം ലോവർ വൊളാറ്റിലിറ്റി പക്ഷേ നല്ല റിട്ടേൺസും തരുന്നുണ്ട്. കാരണം ആ മിക്സ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ ലാർജ് ക്യാപ് ഫണ്ട്സ്, മിഡ് ക്യാപ് ഫണ്ട്സ്, സ്മോൾ ക്യാപ് ഫണ്ട്സ്, മൾട്ടി ക്യാപ് ഫണ്ട്സ്, പിന്നെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്സ്, ഇത്രയാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്ത് നമ്മുടെ മ്യൂച്വൽ ഇക്വിറ്റി ഫണ്ട്സിൻ്റെ കാറ്റഗറൈസേഷൻ നടത്തുന്നത്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 100 കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് വിപണി മൂല്യത്തെ അനുസരിച്ച് 100 കമ്പനി. മിഡ് ക്യാപ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ 101 മുതൽ 250 വരെയുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ട മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 251 മുതൽ താഴോട്ടുള്ള. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ 95% സ്മോൾ ക്യാപ് ഫണ്ട്സിൽ വരുന്ന കമ്പനികളായിരിക്കും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഇക്വിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടുകളെന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് കേൾക്കാം ഒന്നുകിൽ ലാർജ് ക്യാപ് ഫണ്ട്സ് ആയിരിക്കും, മിഡ് ക്യാപ് ഫണ്ട്സ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫണ്ടുകൾ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടാക്സ് ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞു ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന്. അപ്പോൾ ഈ ടാക്സ് ബെനിഫിറ്റിൻ്റെ അല്ലെങ്കിൽ ടാക്സിൻ്റെ ബേസിൽ ഏതൊക്കെ തരത്തിലുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ടാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്ന് പറയുന്നത്, ELSS എന്ന് പറയും, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം. അപ്പോൾ ഈ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്ന് പറയുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80C അനുസരിച്ച് 1.5 ലക്ഷം വരെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണെന്ന് പറയുന്നത്. ടാക്സ് ബെനിഫിറ്റ് 1.5, അതായത് 1,50,000 രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് ഒരു ഇൻവെസ്റ്ററിന് അവൈൽ ചെയ്യാൻ സാധിക്കുന്ന സെക്ഷൻ 80C അനുസരിച്ച്, ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80C അനുസരിച്ച് ടാക്സ് ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാകാൻ സാധ്യതയുള്ളൊരു ഇക്വിറ്റി ഫണ്ടാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം, ELSS. ഇതും പോപ്പുലറായിട്ടുള്ളൊരു സ്കീമാണിത്. അപ്പോൾ ഈ സ്കീമിൽ ഏകദേശം 80% ഒരു ഫണ്ടിൻ്റെ ടോട്ടൽ അസറ്റ് അവർ ഇക്വിറ്റി ഫണ്ടിലും അതുപോലെ തന്നെ ഇക്വിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊരു 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നുള്ളതാണ് നോൺ ടാക്സ് സേവിങ് ഇക്വിറ്റി ഫണ്ട്സ്. അതായത് ELSS ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇക്വിറ്റി ഫണ്ട്സും പിന്നെ നോൺ ടാക്സ് സേവിങ് സ്കീംസാണ്. അപ്പോൾ ആ പറഞ്ഞ സ്കീംസിനാൽ നമ്മൾ മേളിൽ പറഞ്ഞ എല്ലാത്തരം സ്കീമുകൾക്കും ഇനിയും താഴെ പറയാൻ പോകുന്ന സ്കീമുകൾക്കെല്ലാം തന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബാധകമായതുകൊണ്ട് ഈ നോൺ ടാക്സ് സേവിങ് ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ELSS ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും നോൺ ടാക്സ് സേവിങ് ഇക്വിറ്റി ഫണ്ട്സ് തന്നെയാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുള്ളത് ആക്റ്റീവ് ഫണ്ട്സ് ഉണ്ട്, പാസീവ് ഫണ്ട്സ് ഉണ്ട്. ആക്റ്റീവ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജറുടെ അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിൻ്റെ സൗകര്യാർത്ഥം അവർ പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനാണ് ആക്റ്റീവ് ഫണ്ട്സ് എന്ന് പറയുന്നത്. പാസീവ് ഫണ്ട്സ് നമ്മൾ നേരത്തെ മുന്നേയുള്ള വീഡിയോയിൽ സംസാരിച്ചാണ്. പാസീവ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഡെക്സ് ഫണ്ട്സിനെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. യൂഷ്വലി ട്രാക്ക് എ മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഇൻഡെക്സിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ലിസ്റ്റ് ഓഫ് സ്റ്റോക്സിലായിരിക്കും. ഇപ്പം നിഫ്റ്റി NSE 50 ഇൻഡെക്സ് ഉണ്ട്, NSE
200 ഉണ്ട്. അപ്പോൾ 50 ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളുടെ ഒരു ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഇൻഡെക്സാണത്. അപ്പോൾ അങ്ങനൊരു ഫണ്ടാണ് നമുക്കുള്ളതെങ്കിൽ ഈ പറഞ്ഞ ഫണ്ട് മാനേജേഴ്സ് ഈ 50 സ്റ്റോക്കിലായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സെഗ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിനാണ് അങ്ങനെയുള്ള ഫണ്ട്സുകളാണ് നമ്മൾ പാസീവ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പാസീവ് ഫണ്ട്സിൽ ഫണ്ട് മാനേജേഴ്സിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. കാരണം ഒരു ഇൻഡെക്സ് തിരഞ്ഞെടുക്കുക, ഇൻഡെക്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഇൻഡെക്സിൽ ഏതെല്ലാം ഇൻഡെക്സിൻ്റെ ലിസ്റ്റിൽ ഏതെല്ലാം സ്റ്റോക്കുണ്ടോ ആ സ്റ്റോക്കിലെല്ലാം അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് അവർ നമ്മളുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെയാണ് പാസീവ് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. പൊതുവേ ആക്റ്റീവ് ഫണ്ട്സാണ് റിട്ടേൺസ് കൂടുതൽ തരുന്നതെന്ന് പറയുന്നുണ്ട്. പാസീവ് ഫണ്ട്സിൽ അത് ഇൻഡെക്സിൻ്റെ പെർഫോമൻസിനെ അനുസരിച്ച് മാത്രമേ ഇൻഡെക്സ് നല്ലതായിട്ടുള്ള മാർക്കറ്റ് ഇൻഡെക്സ് ഇപ്പം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വളരെ അഗ്രസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല മൂവ്മെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുടെയും പെർഫോമൻസ് നല്ലതായിരിക്കും. അപ്പം ആക്റ്റീവ് ഫണ്ട്സ് അങ്ങനെയല്ല. ആക്റ്റീവ് ഫണ്ട്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ട് മാനേജർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഡിസ്ക്രിഷൻ അനുസരിച്ച് അവരുടെ യുക്തി അനുസരിച്ച് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുത്താൽ അതിലായിരിക്കും അവർ ഈ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് ഫണ്ട്സും പാസീവ് ഫണ്ട്സും ഉണ്ട്. ഇതാണ് 4 കാറ്റഗറീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അനുസരിച്ച് തിമാറ്റിക് സെക്ടറൽ ഫണ്ട്സ് ഉണ്ട്, ഈ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ടുണ്ട്, കോൺട്രാ ഇക്വിറ്റി ഫണ്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അത് ലാർജ് ക്യാപ് ഫണ്ട്സ് ഉണ്ട്, മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്. പിന്നെ ടാക്സ് ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് അതിൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം മാത്രമേ ഉള്ളൂ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്. ബാക്കി എല്ലാ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും ടാക്സേഷൻ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ആക്റ്റീവ് ഫണ്ട്സും പാസീവ് ഫണ്ട്സും. അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു 100 രൂപ നമ്മൾ ഒരു ഫണ്ട് ഹൗസിന് നമ്മൾ കൊടുക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫണ്ടിൽ ആ 100 രൂപയിൽ 60% രൂപയിൽ അവർ ഇക്വിറ്റി ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കാം. ബാക്കി 40% അല്ലെങ്കിൽ വരുന്ന അല്ലെങ്കിൽ അത് കുറച്ച് വരുന്നത്. ഇപ്പോൾ 60% നമ്മളുടെ ഫണ്ട് ഈ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കാം. ബാക്കി വരുന്ന ശതമാനത്തിലുള്ള പിന്നെ നമ്മുടെ അസറ്റ് അവർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിലോ അല്ലെങ്കിൽ ഡെറ്റ് കമ്പനികളുടെ ഡെറ്റ് സെക്യൂരിറ്റീസിലോ ഒക്കെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 60% ഇക്വിറ്റിയിലായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിലും ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാൻ സാധിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ചാനൽ ഇതിന് തീർച്ചയായിട്ടും നല്ല മണി മാർക്കറ്റ് അതുപോലെ മറ്റ് ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള മേഖലകളെക്കുറിച്ചുള്ള കണ്ടൻസുകൾ തീർച്ചയായിട്ടും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഉണ്ടാകുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.